നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. ഇവിടെ എന്താണ് ചോദിച്ചേക്കണത്? അതിൻ്റെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. എന്ത് തന്നിട്ടുണ്ട്? 3 വെർട്ടീസസ് തന്നിട്ടല്ലേ? നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഹാഫ് ഇൻറ്റു x1 x2 x3 y1 y2 y3 1 1 1. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഏത് യൂസ് ചെയ്ത്? ഡിറ്റർമിനന്റ് യൂസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാൻ 3 വെർട്ടീസസ് തന്നിരുന്നാൽ ചെയ്യേണ്ട മാർഗമാണ് ഇതൊന്നും. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ x1 x2 x3 എന്ന് പറയുന്നത് 2 1 10 അല്ലേ? y1 y2 y3 എന്ന് പറയുന്നത് 7 1 8. ശരിയല്ലേ? അടുത്തത് കോളം എന്താ എഴുതാനുള്ള? 1 1 1. ഇതിന്റെ വെളിയിൽ എന്തുണ്ട്? ഹാഫ്. ഒക്കെ ചെയ്ത് നോക്കാം. എങ്ങനെയാ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് റോ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു, ഇവിടെ ഹാഫ് ഇൻറ്റു ഡബിൾ ബ്രാക്കറ്റ് കൊടുത്ത്, അതായത് 2 ഇൻറ്റു 2 ഉൾപ്പെടുന്ന റോയും കോളവും പോയാൽ പിന്നെ വരുന്നത് 1 1 8 1. അത് മെയിൻ ഡയഗണൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1 1 മൈനസ് 1 ഇൻറ്റു 8 8. അപ്പോൾ 1 മൈനസ് 8 പ്ലസ് മൈനസ് അടുത്ത 7 ഇൻറ്റു 7 ഉൾപ്പെടുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യണം. 7 ഉൾപ്പെടുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്താൽ 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 10 10. അപ്പോൾ എന്ത് വരും? 1 മൈനസ് 10 എന്ന് വരും. പ്ലസ് അടുത്ത 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും പോയി കോളവും പോയി, പിന്നെ വരുന്നത് 1 1 10 8. ഇതിൽ മെയിൻ ഡയഗണൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 8 8 1 ഇൻറ്റു 10 10. അപ്പോൾ എന്ത് വരും? പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 10, അതായത് 8 മൈനസ് 10. കൂടെ 1 ഇൻറ്റു 8 8 അല്ലേ? 8 മൈനസ് 10. ഓക്കെ, ഒക്കെ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് 8 എത്രയാ? മൈനസ് 7 അല്ലേ? മൈനസ് 7 ഇൻറ്റു 2 എത്രയാണ്? മൈനസ് 14. അടുത്തത് 1 മൈനസ് 10 മൈനസ് 9 അല്ലേ? മൈനസ് 9 ഇൻറ്റു മൈനസ് 7 പ്ലസ് 63. അടുത്തത് 8 മൈനസ് 10 എന്താ? മൈനസ് 2. മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ മൈനസ് 2 തന്നെ. ഞാൻ ആൻസർ പറഞ്ഞോളൂ. മൈനസ് 14ഉം മൈനസ് 2 കൂടെ ആഡ് ചെയ്താൽ മൈനസ് 16 അല്ലേ? അതായത് 1/2 ഇൻറ്റു 63 മൈനസ് 63 മൈനസ് 16 എന്ന് വരുന്നു. 63 മൈനസ് 16 എന്ന് പറഞ്ഞാൽ ആൻസർ 47. അപ്പൊ ഇവിടെ വരുന്നു ആൻസർ 47/2 സ്ക്വയർ യൂണിറ്റ്. എന്താണ്? ഏരിയ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഏരിയ ഇസ് ഈക്വൽ ടു 47 സ്ക്വയർ യൂണിറ്റ്. ഫോർമുല ഹാഫ് ഇൻറ്റു x1 y1 1 x2 y2 1 x3 y3 1. വാല്യൂ കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ. ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 3 സ്ക്വയർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കെ കണ്ടുപിടിക്കണം. ഇവിടെ ഫോർമുല നമ്മൾ നേരത്തെ യൂസ് ചെയ്തതിന് എന്താ ഫോർമുല? ഹാഫ് ഇൻറ്റു x1 x2 x3 y1 y2 y3 1 1 1. അതാണ് ഏരിയ കണ്ടുപിടിക്കാൻ. ഏരിയ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയും തന്നിട്ടുണ്ട്? 3 സ്ക്വയർ യൂണിറ്റ് തന്നെ. നമുക്ക് ഇവിടെ ഡിറ്റർമിനന്റ് എഴുതി വെക്കാം ആദ്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു x1 x2 x3 എന്ന് പറയുന്നത് എത്രയാ? 1 0 k. y1 y2 y3 എന്ന് പറയുന്നത് 3 0 0 3 0 0. അടുത്ത കോളം എന്ത് തന്നെയാണ്? 1 1 1. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഉൾപ്പെടുന്ന റോയും പോയി കോളവും പോയി, പിന്നെ 0 1 0 1 അല്ലേ? അത് 0 ഇൻറ്റു 1 0 ആണ്. അപ്പോൾ ഇവിടെ വരുന്നു ഹാഫ് ഇൻറ്റു ആദ്യത്തത് 1 ഇൻറ്റു 0 തന്നെ വരും, മൈനസ് 3 ഇൻറ്റു എന്താ വരുന്ന? 3 ഉൾപ്പെടുന്ന കോളം പോയി റോയും പോയി, ബാക്കി 0 ഇൻറ്റു 1 0 മൈനസ് k 0 മൈനസ് k പ്ലസ് 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന കോളവും റോയും പോയി, ബാക്കി വരുന്ന 0 മൈനസ് 0 അല്ലേ? 1 ഇൻറ്റു 0. അപ്പോൾ ഇവിടെ ശേഷിക്കുന്ന എന്താ? ഇത് പോയി ഇതും പോയി, ബാക്കി 3 മൈനസ് k എന്ന് വരും. മൈനസ് 3 ഇൻറ്റു മൈനസ് k എന്ന് പറയുമ്പോൾ പ്ലസ് 3k അല്ലേ? അപ്പോൾ പ്ലസ് 3k/2, അതായത് പ്ലസ് 3k/2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/2 3k ഇൻറ്റു 1/2 3k/2. ഇത് എത്രയും തന്നിട്ടുണ്ട്? 3 സ്ക്വയർ യൂണിറ്റും തന്നിട്ടില്ലേ? അതിൽ നമ്മൾ ഏരിയ എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഇട്ട് വേണം എടുക്കാൻ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 3 യൂണിറ്റ് അല്ലേ 3k/2 എന്ന് പറയുന്നത്? അപ്പോൾ 3k എന്ന് പറയുന്നത് എന്താ? 6. ഏത്? പ്ലസ് ഓർ മൈനസ് 6.
അപ്പൊ കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? +or-6നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നു +or-2 എന്ന ആൻസർ കിട്ടുന്നു. കെയുടെ വാല്യൂ കിട്ടിയില്ലേ? ഒന്നുകൂടെ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ =3 യൂണിറ്റ് തന്നിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ +or-ഇട്ട് വേണം ഏരിയ എടുക്കാനുള്ളത്. അപ്പോൾ +or-3 3k = 6, k = 6/3, that is equal to +or-2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈനലി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ജോയിനിങ് 3, 1, 9, 3 യൂസിങ് ഡിറ്റർമിനൻസ് യൂസ് ചെയ്ത് വേണം നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നെ ചെയ്യാനുള്ളത്. തേർഡ് പോയിന്റ് എന്നുണ്ട് നമുക്ക് എടുക്കാം XY. അതായത് XYയിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഏത് മെത്തേഡ് യൂസ് ചെയ്ത്? ഡിറ്റർമിനന്റ് മെത്തേഡ് യൂസ് ചെയ്യും. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ് ചെയ്യാനുള്ളത്. ഹാഫ് ഇൻറ്റു എന്താണ് വരുന്നത്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x1, x2, x3, y1, y2, y3, 1, 1, 1. ഇതാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. അതിൽ വാല്യൂ കൊടുക്കാം. വാല്യൂ കൊടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? ഫസ്റ്റ് പോയിന്റ് 3, സെക്കൻഡ് പോയിന്റ് 9, തേർഡ് പോയിന്റ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അടുത്തത് 1, 3, അടുത്തത് എന്താ എടുക്കുന്നു? y എന്ന് എടുക്കുന്നു. അടുത്ത കോളം എന്ത് തന്നെ? 1, 1, 1 തന്നെ. ഓക്കെ, അപ്പം ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പം വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എക്സ് എന്നാണ് വരുന്നത്. വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്താ വരുന്നത്? ഹാഫ് ഇൻറ്റു പറഞ്ഞോളൂ. 3 ഉൾപ്പെടുന്ന റോയും കോളവും പോയാൽ പിന്നെ വരുന്ന എന്താ? 3, 1, y1 അല്ലേ? 3 × 1 3 അല്ലേ? 1 × y ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 3 × 3 - y എന്ന് വരും. മൈനസ് അടുത്ത 1 ഉൾപ്പെടുന്ന കോളവും പോയി റോയും പോയി. ബാക്കി എന്താ വരുന്നത്? 1 × 9 9 - 1 × x. അപ്പൊ എന്താ വരുന്നത്? 9 - x എന്ന് വരും. പ്ലസ് അടുത്ത കോളം എന്താ? 1 ഉൾപ്പെടുന്ന കോളം പോയി റോ പോയി. പിന്നെ വരുന്നത് 9 3 xy. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 9 × y 9y, 3 × x 3x. അപ്പൊ 9y - 3x എന്ന് വരും. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ വെളിയിൽ കിടക്കുന്ന ഹാഫ് അതുപോലെ നമ്മൾ എഴുതുന്നു. 3 × 3 എന്താ വരുന്നത്? 9 ആണ് വരുന്നത്. 9 - 3 × y 3y. അടുത്തത് -1 × 9 -9 -1 × -x പ്ലസ് x 1 × 9y പ്ലസ് 9y 1 × -3x -3x. ഓക്കെ, ഇനി ഇതിൽ ക്യാൻസൽ ചെയ്യാവുന്ന നോക്കിക്കേ. +9ഉം -9ഉം പോയി. പിന്നെ ശേഷിക്കുന്ന എന്താ ഉള്ളത്? -3y +9y. എത്ര വരുന്നു? 6y വരുന്നു. അപ്പൊ വെളിയിലൊരു ഹാഫ് ഉണ്ട്. ഹാഫ് ഇൻറ്റു 6y വൈയുടെ കഴിഞ്ഞു. അടുത്ത സംഖ്യ വല്ലതും ഉണ്ടാ? ഇല്ല. പിന്നെ എക്സ് ആണ്. എക്സും -3x. ഉത്തരം എന്ത് വരുന്നു? -2x. വലുതെന്ന് ചെറുത് കുറച്ച് വലുതുണ്ട് ചിഹ്നം. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഒരു 2 ഇല്ലേ? അത് വെളിയിലെടുത്താൽ പിന്നെ വരുന്നു 1/2 × 2 ബ്രാക്കറ്റിനകത്ത് 3y - x എന്ന്. ഈ 2 ക്യാൻസൽ ചെയ്തില്ലേ? അപ്പോൾ വരുന്നു 3y - x എന്നല്ലേ വരുന്നത്. 3y - x നമുക്ക് ആ മൈനസ് വന്നുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പുറത്ത് കൊണ്ടുപോയി 3y = x എന്ന് എഴുതിക്കൂടെ? ഇപ്പോൾ ഒരു ഇക്വേഷൻ മോഡലായില്ലേ? അതായത് ax + b y അല്ലെങ്കിൽ ax + b = 0 എന്ന മോഡലായില്ലേ? ഓക്കെ, ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. നമ്മൾ എന്ത് യൂസ് ചെയ്ത് ചെയ്തതാണ്? ഡിറ്റർമിനന്റ് യൂസ് ചെയ്ത് ചെയ്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഷോ ദാറ്റ് 1 5 2 4 3 3 ആർ കൊളീനിയർ. കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ ഉള്ളത് എന്നാണ് അർത്ഥം. അതായത് ഒരേ ലൈനിലുള്ളത്. ഈ ഒരേ ലൈനിലാണെങ്കിൽ ഈ 3 പോയിന്റ്സും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ഡിറ്റർമിനന്റ് എഴുതുന്നു. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 0. ഏരിയ ഈസ് 0, ദെൻ ദ പോയിന്റ്സ് ആർ കൊളീനിയർ. അതായത് ഈ 3 ഉൾപ്പെടുന്ന ഡിറ്റർമിനന്റ് എഴുതുന്നു. അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരുന്നു? 0 വരുന്നു. 0 വരികയാണെങ്കിൽ ദ ഗിവൺ പോയിന്റ്സ് ആർ കൊളീനിയർ, അല്ലെങ്കിൽ അല്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ എന്തെന്ന് തെളിയിക്കണം? 0 എന്ന് തെളിയിക്കണം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ വീണ്ടും എഴുതുന്നു. ഹാഫ് ഇൻറ്റു എന്താ? x1 x2 x3 y1 y2 y3 1 1 1. ഇതാണല്ലോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിൽ വാല്യൂ കൊടുത്താൽ പോരെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1 2 3. അടുത്ത പോയിന്റ് 5 4 3.
5 4 3. അടുത്ത പോയിന്റ് 1 1 1. ഓക്കെ, ഇത് വാല്യൂ കണ്ടുപിടിച്ച് പറഞ്ഞോളൂ. അപ്പോൾ ഇവിടെ തെറ്റിപ്പോയോ? അപ്പോൾ ഇവിടെ മൂന്നാമത്തെ പോയിന്റ് തന്നിരുന്നത് 3 ആണ്, അപ്പുറത്തേലും മൂന്നാമത്തെ പോയിന്റ് 3 ആണ്. ഓക്കെ, 3 ആണ്. ഇനി ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളവും പോയാൽ 4 1 3 1 അല്ലേ? അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 1 4 അല്ലേ? -3 4 -3 മൈനസ് 5 ഇൻറ്റു 5 ഉൾപ്പെടുന്ന റോയും പോയി കോളവും പോയി. പിന്നെ വരുന്നത് 2 ഇൻറ്റു 1 2 2 -3 അടുത്ത 1 ഉൾപ്പെടുന്ന റോയും പോയി കോളവും പോയി. പിന്നെ വരുന്ന 2 4 3 3. അതിൻ്റെ മെയിൻ ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 6 -12, അതായത് +1 ഇൻറ്റു 6 മൈനസ് 3 ഇൻറ്റു 4 12 3 ഇൻറ്റു 4 12. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്തോളൂ. 1/2 ഇൻറ്റു 4 - 3 എത്ര വരുന്നു? 1 വരുന്നു. അപ്പോൾ 1 ഇൻറ്റു 1 1 അല്ലേ? അടുത്ത 2 - 3 എന്ന് പറയുന്നത് -1 അല്ലേ? -1 ഇൻറ്റു -5 +5 അല്ലേ? +5. അടുത്തത് 6 - 12 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? ഈ 12 ഏതാ? 12 6 പോയാൽ 6 വരുന്നത്. ഓക്കെ, -6 വരുന്നത്. അപ്പോൾ -6 ഇൻറ്റു +1 എന്ന് പറയുമ്പോൾ -6 തന്നെ വരും. നോക്കൂ, 5 ഒന്നുകൂടെ കൂട്ടി 6 അല്ലേ? 6 6 പോയാൽ എന്ത് തന്നെ വരുന്നു? 0. അപ്പോൾ നമുക്ക് ഏരിയ എന്തെന്ന് കിട്ടുന്നു? 0. ഏരിയ 0 എന്ന് കിട്ടിയാൽ ദ പോയിന്റ്സ് ആർ കൊളീനിയർ. ഗിവൺ പോയിന്റ്സ് ആർ കൊളീനിയർ. മറക്കണ്ട, ഗിവൺ പോയിന്റ്സ് കൊളീനിയർ എന്ന് തെളിയിക്കാൻ അതിൻ്റെ എന്ത് തെളിയിച്ചാൽ മതി? 0 എന്ന് തെളിയിച്ചാൽ മതി. ഏരിയ 0 എന്ന് തെളിയിച്ചാൽ ഗിവൺ പോയിന്റ്സ് ആർ കൊളീനിയർ. ഏരിയ കണ്ടുപിടിച്ച് കിട്ടുമ്പോഴത്തേക്ക് ആൻസർ 0 ആണെങ്കിൽ കൊളീനിയർ, അല്ലെങ്കിൽ നോട്ട് എ കൊളീനിയർ. ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അത് ഉപയോഗിച്ച് നമുക്ക് ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എല്ലാത്തിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കേണ്ട, ഏതിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി? സെക്കൻഡ് റോയുടെ കോഫാക്ടർ മാത്രം കണ്ടുപിടിച്ചാൽ. അപ്പോൾ സെക്കൻഡ് റോയുടെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? A2 1, പിന്നെ A2 2, A2 3. ഇതാണ് സെക്കൻഡ് റോയുടെ കോഫാക്ടർ. അത് ഉപയോഗിച്ച് ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ വാല്യൂ ഓഫ് ദി ഡിറ്റർമിന്റ് പറയാമോ ആർക്കെങ്കിലും? വാല്യൂ ഓഫ് ദി ഡിറ്റർമിന്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ എലമെന്റ്, അതായത് A21 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ A21 പ്ലസ് അടുത്ത എലമെന്റ് ഏതാ 0 വരുന്നത്? A22 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ. അതിൻ്റെ കോഫാക്ടർ എന്താ? ക്യാപിറ്റൽ A22 പ്ലസ് അടുത്ത എലമെന്റ് ഏതാ? 1 എന്ന് പറയുന്നത് A23, അതായത് A23 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ. അതിൻ്റെ കോഫാക്ടർ എന്താ? ഈ ക്യാപിറ്റൽ A23. ഇത് കണ്ടുപിടിക്കുമ്പോൾ എന്തിൻ്റെ വാല്യൂ ആയി? ഡിറ്റർമിൻ്റെ വാല്യൂ ആയി. അപ്പോൾ ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ് ഉപയോഗിച്ച് വേണം കണ്ടുപിടിക്കാനുള്ള, അല്ലാത്ത മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, യൂസിങ് കോഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എന്താ കണ്ടുപിടിക്കാൻ പോണേ? A21 നമ്മൾ കണ്ടുപിടിക്കാം. കോഫാക്ടർ അല്ലേ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പം 2 ഉൾപ്പെടുന്ന റോ പോയി, കോളം പോയി. പിന്നെ വരുന്നത് എന്താ? 3 8 2 3 അല്ലേ? അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 9 അല്ലേ? അതായത് 9 മൈനസ് ഇവിടെ വരുന്നു A23 A21 എന്ന് പറയുന്നത് മൈനസ് ഓഫ് 9 മൈനസ് 2 ഇൻറ്റു 8. 2 ഇൻറ്റു 8 എത്രയാ? 60. അപ്പം 9 മൈനസ് 60 എന്നല്ലേ വരുന്നത്? 9 കിട്ടിയത് മനസ്സിലായോ? അതായത് 2 ഉൾപ്പെടുന്ന റോ പോയി, കോളം പോയി. പിന്നെ ശേഷിക്കുന്നത് 3 8 2 3 ആണ്. 3 ഇൻറ്റു 3 9, 2 ഇൻറ്റു 8 60. അപ്പം 9 മൈനസ് 60. ഇവിടെ മൈനസ് ഇട്ടത് മനസ്സിലായോ? അതായത് 2 + 1 I പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ 2 + 1 അല്ലേ? 2 + 1 എന്ന് പറഞ്ഞ ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ മൈനസ് ഓഫ് ദ മൈനർ ഓഫ് ദി എലമെന്റ്. മൈനറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 9 മൈനസ് 16. 9 മൈനസ് 16 എത്ര വരും? -7 വരും. -7 ഇൻറ്റു മൈനസ് എന്ത് വരും? +7 എന്ന് വരും. മനസ്സിലായ? അടുത്തത് എ എന്താ കണ്ടുപിടിക്കുക? A22 എന്ന് പറയുന്നത് ഏതാ നമ്പർ? 0 അല്ലേ? അപ്പോൾ 0 ഉൾപ്പെടുന്ന കോളം പോയി, പിന്നെ 0 ഉൾപ്പെടുന്ന റോയും പോയി. പിന്നെ വരുന്നത് എന്താ? 5 ഇൻറ്റു 3 3. 5 ഇൻറ്റു 3 15. 15 മൈനസ് 8. 1 ഇൻറ്റു
8. മനസ്സിലായോ എങ്ങനെയാണ്? 0 ഉൾപ്പെടുന്ന കോളം പോയി, അത് ഉൾപ്പെടുന്ന റോയും പോയി. പിന്നെ ശേഷിക്കുന്നത് 5, 8, 1, 3. 5 × 3 15, 1 × 8 8. ഇവിടെ എന്ത് തന്നെ വരും? പ്ലസ് തന്നെ വരും. എന്താ പ്ലസ് വരാൻ കാര്യം? 2 + 2 4 ആണ്. ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ അത് തന്നെ ആൻസർ വരുന്നത്. മൈനർ തന്നെയാണ് കോഫാക്ടർ. അപ്പോൾ 15 - 8 എത്ര വരുന്നു? 15 - 8 7 വരുന്നു. മുകളിലും നമുക്ക് 7 കിട്ടി. അടുത്ത നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A2 3. A2 3 എന്ന് പറഞ്ഞ എലമെന്റ് ഏതാ? 1 ആണ്. അപ്പോൾ 1 ഉൾപ്പെടുന്ന റോ പോയി, 1 ഉൾപ്പെടുന്ന കോളവും പോയി. പിന്നെ ശേഷിക്കുന്ന എന്താ? 1 ഉൾപ്പെടുന്ന കോളം എന്ന് പറയുന്നത് ലാസ്റ്റ് കോളമാണ്. 1 ഉൾപ്പെടുന്ന റോയും പോയി. പിന്നെ 5 3 1 2 അല്ലേ? അത് ഇവാലുവേറ്റ് ചെയ്താൽ വരുന്നു 5 × 2 10 - 1 × 3 3 10 - 3. ഇവിടെ നോക്കാം, 2 + 3 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? അത് ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ വെളിയിൽ എന്ത് വരുന്നു? ഒരു മൈനസ് വരുന്നു. ഉത്തരം പറഞ്ഞോളൂ. 10 ന്ന് 3 പോയാൽ 7 ആണ്. അപ്പൊ ഇവിടെ എന്ത് 7 വരുന്നത്? -7 ആണ്. ഇപ്പൊ നമ്മൾ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഏതിന്റെ? സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൽ വാല്യൂ കൊടുത്താൽ മതി. നമുക്ക് വാല്യൂ കൊടുത്ത് നോക്കാം. A21 എന്ന് പറയുന്ന എലമെന്റ് ഏതാ? 2 ആണ്. 2 × അതിന്റെ കോഫാക്ടർ ഏതാ? 7 തന്നെ. അടുത്തത് പ്ലസ് A22 എന്ന് പറയുന്ന നമ്പർ ഏതാ? 0 ആണ്. 0 × അതിന്റെ കോഫാക്ടർ എന്ത് തന്നെ? 7 തന്നെ. ഓക്കെ. പ്ലസ് അടുത്ത നമ്പർ ഏതാ? A23 എന്ന് പറയുന്ന നമ്പർ 1 ആണ്. 1 × അതിന്റെ കോഫാക്ടർ എന്താ വരുന്നത്? -7 ആണ് വരുന്നത്. പറഞ്ഞോളൂ. 2 × 7 എത്രയാ? 14. ഇത് 0. അടുത്തത് -7. അപ്പോൾ 14 - 7 എന്നല്ലേ വരുന്നത്? അപ്പോൾ ആൻസർ എന്ത് വരുന്നു? 7 എന്ന് വരുന്നു. അപ്പോൾ ഡിറ്റർമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായി കിട്ടുന്നു? 7 ആയി കിട്ടുന്നു. നമ്മളിവിടെ എന്ത് യൂസ് ചെയ്ത കോഫാക്ടേഴ്സ് ഉപയോഗിച്ച്. എല്ലാത്തിൻ്റെയും കോഫാക്ടർ ഉപയോഗിച്ചോ? ഇല്ല. സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ് മാത്രം കണ്ടുപിടിക്കുന്നു. അതാത് കോഫാക്ടർ ഇൻറ്റു കറസ്പോണ്ടിങ് എലമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഡിറ്റർമിൻ്റെ വാല്യൂ കിട്ടുന്നു. ഏത് റോ വെച്ച് ചെയ്താലും അതുപോലെ അതാത് എലമെന്റ് ഇൻറ്റു അതാത് കോഫാക്ടർ is equal to value of the determinant. Okay.